ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ പുഴയും കടന്ന് എന്ന സീരിയലിലെ കഥയിലേക്കൊന്ന് പോകട്ടോ. അപ്പോൾ കഥയിൽ പിള്ളേരെല്ലാവരും കൂടെ 4 പേരും കൂടെ ചേർന്ന് ഒരു ഹോം സ്റ്റേ തുടങ്ങുന്ന കാര്യം സംസാരിക്കുന്നതാണ് അമ്മോട്. അപ്പോൾ അവർ പറയുന്നുണ്ട് വേണ്ട, അത് ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. പറഞ്ഞാൽ എന്തുകൊണ്ടത് ശരിയാവില്ല, അത് ശരിയാവും അമ്മയെന്നൊക്കെ പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, പറ്റില്ല എന്ന് പറഞ്ഞ ഇതാണ്, അതൊന്നും ശരിയല്ല, റൂമൊന്നും ഇതാക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് വലിയ വിഷമം തോന്നുന്നുണ്ട്. കാവേരിയാണ് ഈ ഐഡിയ എടുത്തിരുന്നത് കേട്ടോ. അവസാനം പറയുന്നൊക്കെ അമ്മ പോയി കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ അമ്മ പോയി ഭക്ഷണം കഴിച്ച് പോയി കിടന്നു കഴിയുമ്പോൾ ഇവരെ വീടിൻ്റെ പിറകുവശത്തെ 2 റൂമുകളാണ് അവർ സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ, ഹോം സ്റ്റേയുടെ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ റൂം ആകെ കച്ചറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ 4 പേരും കൂടെ അങ്ങനെ തീരുമാനിക്കും നമുക്കിതിങ്ങനെ എങ്ങനെ ഇതാക്കുക എന്നുള്ളത് ആലോചിക്കാൻ. അപ്പോൾ ചെറുത് പറയുന്ന പോയി അമ്മയും കൂടെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും. അപ്പോൾ പറയും നീ മിണ്ടാണ്ടിരിക്കുക, അമ്മയൊന്നും വിളിക്കുകയൊന്നും വേണ്ട പറയും, എനിക്ക് ഉറക്കം വരുന്നത്, ഞാൻ പോയി കിടക്കുകയെന്ന് പറയും. അപ്പോൾ പറയും നീ അങ്ങനെ കിടക്കാൻ വരട്ടെ, അപ്പുറത്തെ റൂമില്ലേ അവിടെ പോയി കിടന്നോ നീ എന്നറിയാം. അമ്മ യമുനോട് പറയുന്നുണ്ട് നീ അവളെ വിളിച്ചിരുന്നില്ല അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറയാണ്. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ അവിടെയും കച്ചറായി കിടക്കുക. പറയും ഈ റൂമിലാണെന്ന് നീ കിടക്കുന്നതെന്ന് പറയും. അപ്പോൾ ഈ റൂമിൽ എങ്ങനെയാണ് ചേച്ചി കിടക്കുന്നത് അറിയാം. എന്നാൽ നമുക്ക് 2 പേർക്കും കൂടെ ഇത് വൃത്തിയാക്കാം, അവർ അവിടെയും വൃത്തിയാക്കട്ടെ പറയാം. അങ്ങനെ കാവേരിയും ഗംഗയും കൂടെ ആ ഹോം സ്റ്റേക്കുള്ള റൂമൊക്കെ വളരെ നീറ്റായിട്ട് ഒതുക്കി പെറുക്കി പുതിയ ബെഡ് വിരിച്ച് ഷീറ്റൊക്കെ മാറ്റി വിൻഡോ കർട്ടനൊക്കെ ഇട്ട് അടിപൊളിയാക്കുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് ചേച്ചി ചോദിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷേ അവൾ അറിയാം എന്തോ ഒരു മിസ്റ്റേക്കും കൂടെ കാണാണ്ടല്ലോ എന്നറിയാം. അപ്പോൾ ഒരു ബ്ലാങ്കറ്റാണ്, അപ്പോൾ അതൊട്ട് റൂം സെറ്റാക്കുകയാണ് കേട്ടോ. റൂം സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിള്ളേരുടെ റൂമാണ്. പിള്ളേർ നോക്കുമ്പോൾ ഒരു കട്ടിൽ പോലെ ഒരു സാധനം, അത് വലിക്കുമ്പോൾ പറയുന്നത് വലിക്കലേ അമ്മ ഉണരുള്ളൂ എന്ന് പറയും. എന്നിട്ട് അങ്ങനെ തൂക്കി പിടിച്ച് അതുകൊണ്ട് അവരും ആ റൂമും സെറ്റാക്കുന്നുണ്ട്. 2 റൂം അങ്ങനെ പിള്ളേരൊക്കെ കൂടെ സെറ്റാക്കി എടുക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ട് വയ്ക്കുമ്പോൾ നന്നാവും, പക്ഷെ ഇത് നടക്കുമടി എന്ന് ചോദിക്കുകയാണ് ഗംഗ. അപ്പോൾ നടക്കും ചേച്ചി, നമ്മുടെ കയ്യിൽ ഡോളർ വരുന്നതെന്ന് സങ്കല്പിച്ച് നോക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ഡോളർ വരുന്നത് സങ്കല്പിക്കാൻ പറയുമ്പോൾ ഒരു ഫുഡിൻ്റെ കാര്യമൊക്കെ വേണമല്ലോ, ശരിക്കും ഹോം സ്റ്റേക്ക് ഫുഡും കൊടുക്കണം തോന്നുന്നു. അപ്പോൾ നീ ഒരു റൂമിന് എത്ര രൂപ വെച്ചിട്ടാണ് വാങ്ങിക്കുന്നത് വയ്ക്കുമ്പോൾ ഒരു 3000 ആയിക്കോട്ടെ അറിയും. അപ്പോൾ 2 റൂമിനും കൂടെ 6000 രൂപ. അപ്പോൾ മാസം കണക്ക് കൂട്ടുമ്പോൾ എത്ര റുപ്യയാവും, ഒരു ദിവസത്തെ വാടക അങ്ങനെ കണക്ക് കൂട്ടുക. അപ്പോൾ എന്നാലും നമ്മളുടെ കടങ്ങൾ വീടണമല്ലോ. കാരണം അവർ 30 ലക്ഷത്തിനോ മറ്റാണ് കൊണ്ടുപോയി സ്വർണ്ണങ്ങൾ മുഴുവൻ പണയം വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തിരിച്ചെടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവർക്ക്. അപ്പോൾ പറയും നമുക്ക് ഒരു കാര്യം ചെയ്യാം ചേച്ചി, ഗംഗേച്ചി തയ്ക്കാനുള്ളത് തയ്ച്ചോ, ഞാൻ എൻ്റെ ജോലിക്ക് ഞാൻ പോവുകയും ചെയ്യാം. പക്ഷേ ഇതിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് വല്ല സൂപ്പർ മാർക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുകയും ചെയ്യാം, ചെറിയ രീതിയിലല്ല. അങ്ങനെ തന്നെയല്ലേ, കുറേ കഷ്ടപ്പെടണം എന്നാലേ ശരിയാവുള്ളൂ എന്നൊക്കെ. അങ്ങനെ കാവേരിയാണ് ഇവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നത് കേട്ടോ. കാവേരി അങ്ങനെ അപ്പോൾ പറയും നോക്കാം, ഇനിയിപ്പോൾ അത് അമ്മ അറിയാൻ പാടില്ല, അമ്മ അറിയാണ്ടപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇതിന് ഹോം സ്റ്റേക്ക് അത് കൊടുക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ പറയും എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ഇവൾ അവിടെ നിന്നിട്ടൊരു ഇത് പറയുകയാണ്, നിങ്ങൾക്ക് സ്വാഗതം, പുഷ്പവാടിയിലെ ഏറ്റവും നല്ല ഹോം സ്റ്റേ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോകും, നല്ല റൈഡ് നടത്താം, നല്ല ഫുഡ് കഴിക്കാം, അങ്ങനെയുള്ളൊരു ഇതിങ്ങനെ പറയുകയാണ്, നമ്മളൊരു അനൗൺസ്മെൻറ്റ് പോലെ പറയുകയാണ് കാവേരി. അപ്പോൾ അത് പറയുമ്പോൾ പിന്നെ വരുമോ ആളുകൾ നോക്കുമ്പോൾ നോക്കാം, ഒക്കെ ഒരു ഒറ്റമുറിയിൽ നിന്നല്ല അവർ തുടങ്ങിയിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ അവർ ഈ ഒരു ലെവലിൽ എത്തിയില്ലേ രാജേശ്വരി മാഡം. അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് പിറ്റേ ദിവസമാകും, രാവിലെ ആകുമ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ ഗംഗ പറയും അമ്മ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗംഗ പറയും എനിക്കത് നീല ബാഗ് ഉണ്ടല്ലോ അത് കണ്ടോ അമ്മേ എന്ന് ചോദിക്കാം. അപ്പോൾ നിൻ്റെ ബാഗ് ഇപ്പോൾ എവിടെ വയ്ക്കുമ്പോൾ അതിൻ്റെ സിബൊക്കെ കേടുവന്നു, അപ്പോൾ പഴയ ബാഗൊന്ന് എടുത്താൽ മതി എന്നറിയാം. അപ്പോൾ അത് എവിടെ വെക്കുമ്പോൾ അത് ആ പിന്നിലെ റൂമിലല്ലേ എന്നറിയാം. അപ്പോഴാണ് പിന്നിലെ റൂമെന്ന് പറയുമ്പോഴാണ് ഇവരാകെപ്പാടെ കൺഫ്യൂഷൻ ആവുന്നത്. പിന്നിലെ റൂമോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതേ അറിയും. അപ്പോൾ അതിൻ്റെ മുന്നേ ഫുഡിൻ്റെ കാര്യങ്ങൾ അവർ അമ്മയും മക്കളും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുന്നതാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കാവേരിയോട് പറയുന്നുണ്ട് ഫുഡ് പിന്നെ നമുക്ക് ഇനി ഇവിടുന്ന് ഫുഡില്ല, നിന്നെ റേഷൻ കാർഡിൽ നിന്ന് വെട്ടി നീ അവിടുന്ന് തന്നെ കഴിച്ചോന്ന് പറയും. അപ്പോൾ അവൾ പറയും ഞാൻ 30,000 സാലറി ചോദിച്ചത്, അവർ 20,000 തന്നുള്ളൂ, ബാക്കി 10,000 ഫുഡ് ഞാൻ അവിടുന്ന് കഴിക്കും എന്നൊക്കെ അറിയും. അപ്പോൾ പറയും
10,000-ൻ്റെയൊക്കെ ഫുഡ് നീ അവിടുന്ന് കഴിക്കുമോ എന്ന് ചോദിക്കാൻ പറയും. അപ്പോൾ നീ വിചാരിച്ചത് നടക്കും എന്നൊക്കെ അങ്ങനെ സാധാരണ സംസാരിക്കുന്ന ഒരു വീട്ടിൽ സംസാരിക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ബാഗിൻ്റെ ചോദ്യം വരുന്നത്. അപ്പോൾ പറയുക ബാഗ് പിന്നിലെ റൂമിൽ അതിൽ പോയി എടുക്കാറ്. അപ്പം അത് വേണ്ടമ്മേ, അതിലേക്ക് എന്തിനാണ് പോകുന്നത്, അങ്ങോട്ട് പോകണ്ടാറ്. ഇപ്പം ഇവർ എന്ത് പറഞ്ഞാലും പിന്നിലെ ആ റൂമിലേക്ക് ഇവരെ പറഞ്ഞേക്കുന്നില്ല. അപ്പോൾ പറയും നിങ്ങളത് മാറും, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നറിയാം. അപ്പോൾ അമ്മേ ഞങ്ങളത് വൃത്തിയാക്കി എന്നറിയാം. അത് നല്ല കാര്യമല്ലേ എന്നറിയും. പക്ഷെ അതല്ല അമ്മേ എന്നറിയും. പിന്നെ എന്താണെന്ന് വയ്ക്കുമ്പോൾ അത് ഹോം സ്റ്റേക്ക് വേണ്ടിയിട്ടോ, എവിടെ മാറും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരവിടെ പോയി നോക്കുമ്പോൾ റൂമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുക. പറയും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇത് ഇങ്ങനെ ഹോം സ്റ്റേക്കൊക്കെ ഇപ്പോൾ ഇവിടുന്ന് കൊടുക്കാൻ പറ്റുമോ, നടക്കുന്ന കാര്യമാണോ എന്ന് പറയും. അതൊക്കെ നടക്കുക മെറിയ, എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും ഇവിടെ വർക്കൗട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം അമ്മ. അപ്പോൾ പറയും നടക്കുക അമ്മയെന്ന് പറയും. അപ്പോഴേക്കും ചെറുത് ഓടി വരികയാണ് കേട്ടോ. ചെറുത് ഓടി വരുന്ന സമയത്ത് ഇവരുടെ ഒരു സാരി ഒരു മേശയുടെ മുകളിൽ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുത് പറയും അമ്മേ പിന്നിക്ക് നോക്കമ്മേ പറയണം നീള. അപ്പോൾ പിന്നിക്കോ എന്താ അത് നോക്കുമ്പോൾ പിന്നിക്ക് നോക്കുമ്പോൾ ഇവരുടെ സാരിയാണ്. അപ്പോൾ പറയും അരവിന്ദിട്ട് എനിക്ക് നല്ല 2 സാരികൾ എടുത്തുനിന്ന് 2,000 രൂപയുടെ, ഇതാണോ നിങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒന്നുമില്ല, ഹോം സ്റ്റേയിൽ ഒരു ഒന്നുമല്ല, ഒക്കെ ഇപ്പോൾ ഞാനെടുത്ത് ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ആ സാരി വലിച്ചും കൊണ്ടാണ്ട് പോകും. നിങ്ങളോടൊരു ഹോം സ്റ്റേ ഇതൊക്കെ പറയുന്നത് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ പിന്നാലെ യമുന ഓടുന്നുണ്ട്. അപ്പോൾ ഗംഗയും കാവേരി അവിടെ നിൽക്കുക. അപ്പോൾ ഇവർ എന്താണ് ഹോം സ്റ്റേക്ക് പേരിടേണ്ടത് എന്നൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ കുട്ടികൾ. അപ്പോൾ ഇങ്ങനെ കാവേരി വിഷമിച്ച് നിൽക്കുമ്പോൾ പറയും നീ വിഷമിക്കില്ലേടി അറിയാം, അമ്മയ്ക്ക് താല്പര്യമില്ല ചേച്ചി എന്ന് പറയും. അപ്പോൾ ആര് പറഞ്ഞു അമ്മയ്ക്ക് താല്പര്യമില്ല എന്ന്? അമ്മയ്ക്ക് നല്ല താല്പര്യമുണ്ട്. അമ്മ ഇന്നലെ എന്താ പറഞ്ഞതൊന്നും വേണ്ടാന്ന് പറഞ്ഞു, ഇന്നെന്താ പറഞ്ഞത് അതൊക്കെ നടക്കുമെന്ന് ചോദിച്ചു. അതിൻ്റെ അടുത്ത് അമ്മ പതുക്കെ നമ്മളെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അമ്മയെ മാറ്റിയെടുക്കാം, നമുക്കിത് തുടങ്ങാം, നീ വിഷമിക്കേണ്ട, നീ ഒന്ന് സങ്കല്പിക്കുക, നിനക്കൊരു രാജശ്ശേരി ആവണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേണം ചേച്ചി അറിയാം. അപ്പോൾ നീ അവിടെ പോയി മുഴുവൻ കാര്യങ്ങളും പഠിക്കുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നീ ആദ്യം അവരുടെ റിസോർട്ട് പോയി പഠിച്ചിട്ട് വാ, എന്നിട്ട് ബാക്കി നമുക്കിവിടെ ചെയ്യാം. ഇത് അതിൻ്റെ വഴിക്ക് പോട്ടെ, അത് ആ സമയമാകുമ്പോൾ ഒക്കെ നേരെ ആയിക്കോളും, നീ ഇങ്ങനെ വിഷമിക്കണ്ട എന്ന് തന്നെ പറയുകയാണ്. നീ പോകാൻ നോക്ക് വേഗം എന്ന് പറയണം. അങ്ങനെ ഗംഗ എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് അനിയത്തിമാരുടെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ കാവേരി പോവാണ്. അപ്പോൾ പിന്നെ നവീൻ ഇവിടെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, രാജേശ്വരിയുടെ മകൻ. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ മുഴുവൻ ഈ കാവേരിയാണ്. അവളല്ലാണ്ട് വേറൊരു പെണ്ണിനെ ഞാൻ സങ്കല്പിക്കാൻ വയ്യ. അപ്പോൾ എടാ നീ ഇവിടെ ഇരുന്നോ, നിനക്ക് എപ്പോഴും അവളെ കാണാൻ വേണ്ടിയിട്ടല്ലേ നീ അവളെവിടെ കൊടുന്നാക്കിയത് കാവേരീനായിട്ടോ. അപ്പോൾ മിക്കവാറും ഇതത്തോടു കൂടി അവളെ ഇവിടുന്ന് പറഞ്ഞേക്കുമെന്ന് പറയും. അപ്പോൾ എന്താണ് കാര്യം നോക്കി. അപ്പോൾ ഈ അസീ പറഞ്ഞ ചെക്കനാണ് ഓടി വരുന്നത്, അവനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ പറയും നീ കണ്ടോ എന്നറിയും, അവളെ ഇവിടുന്ന് പറഞ്ഞേക്കുന്നത് നിനക്ക് കാണണമെങ്കിൽ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് പറയും എന്താണ് കാര്യം എന്നറിയും, നീ വാ, അവളൊക്കെ ഇന്ന് മിക്കവാറും ഇവിടുന്ന് വാലും ചുരുട്ടി ഓടും എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ രാജേശ്വരിയും ഇവള് രണ്ടുപേരും കൊണ്ടിരുന്ന് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്, എത്ര ഗസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ 26, 23 പറയും. അപ്പോൾ 26 ചോദിക്കുമ്പോൾ എല്ലാം 3 പേരിൽ നിന്ന് ഫാമിലി ആയിരുന്നു. അവർ വെക്കറ്റായി. അവർ ഏത് റൂമിലാണ്, ഡീലക്സ് റൂമിലായിരുന്നു, സൂട്ട് റൂമിലായിരുന്നില്ലേക്കും, അല്ല ഡീലക്സിലായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്, ഫുഡിൻ്റെ കാര്യം ചോദിക്കേണ്ടത്, ഇത്ര ആളുണ്ട് ഫുഡ് കഴിക്കാൻ, അപ്പോൾ ഇത്ര ആളില്ലേ ഫുഡ്, അപ്പോൾ ഇത്ര ആൾ വരില്ല, 10 പേരേ ഉള്ളൂ, ബാക്കിയുള്ളവർ പുറത്തുനിന്ന് കഴിക്കുമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറയും. അപ്പോൾ ഇവരിങ്ങനെ തൃപ്തിയോട് കൂടി, കാരണം ഇവളുടെ ഓരോ കാര്യങ്ങളും മണിയായിട്ടാണ് ആൻസർ പറയുന്നത് ഇവരോട്. അപ്പോൾ ഇവർ ചോദിക്കുന്നതിനെല്ലാം ഉള്ള ആൻസർ മണിയായി പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കും പിന്നെ എന്താണ് ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ അക്കൗണ്ടൊക്കെ സെറ്റിൽ ചെയ്ത് വയ്ക്കുമ്പോൾ ചെയ്തു അല്ലെ, എന്നിട്ട് എന്താ അതിൽ ചോദിക്കുമ്പോൾ അങ്ങനെ ഓരോ പേജ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ ഇതെടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഓക്കെ അല്ല മേഡം എന്ന് പറയും. അപ്പോൾ അതെന്താ ഓക്കെ അല്ലാത്തത് അറിയാം. അപ്പോൾ ഈ അസീൽ നിന്നിട്ട് നവീനോട് പറയുന്നത് കേട്ടോ ഇപ്പോൾ പിടിക്കുന്ന നിൽക്കുകയാണ്. അപ്പോൾ ഇവളെന്തോ തെറ്റ് ചെയ്തു, അത് കണ്ടുപിടിക്കുന്ന പോലെയാണ് ഇവൻ ഈ പറയുന്നത്. അപ്പോൾ എന്താ നീ അടങ്ങി എന്താ സംഭവം അറിയാലോ എന്നറിയും. അപ്പോൾ ഇതിലൊരു 5,000 രൂപയുടെ ഷോട്ട് ഉണ്ട് അറിയാം. 5,000 രൂപയുടെ ഷോട്ടോ. അപ്പോൾ അത് എങ്ങനെ വന്നു നോക്കിയാണ് രാജേശ്വരി പിന്നെ കാവേരിയോട്. അല്ല അത് മാഡം എന്താണ് അത് ആസിഫാണ് എടുത്തത് ആ പൈസ. ജന ചോദിച്ചപ്പോൾ എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു മറുപടി തന്നില്ല എന്ന് പറയണേ. ആ സമയത്ത് നവീൻ ആസിഫിനെ പിടിക്കുക. എപ്പോൾ മനസ്സിലായി, ഇപ്പോൾ നിന്നെയാണ് പിടിച്ചത്, നന്നായി ഇവിടെ നിൽക്കുക. അപ്പോൾ എടി ദുഷ്ടേ, നീ എനിക്കിട്ട് പാല് പണിതോ എന്ന് അവർ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നീ അവിടെ നിൽക്കുക, നിന്നെ പൊരിക്കുന്നത് ഞാനൊന്ന് കണ്ട, ചെല്ലടാ നീ പോയിട്ട് അവളുടെ അടുത്ത് പോയി ചോദിക്കുക, ചെല്ലങ്ങടെന്ന് പറഞ്ഞിട്ട് ഈ നവീൻ
പിടിച്ച് തള്ളി വിടുന്നുണ്ട് ആസിഫിനെ കേട്ടോ. അപ്പോൾ ആസിഫ് അതെന്താ ആസിഫ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ ആസിഫിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഇങ്ങനെ എന്തിനാണ് ഈ 5000 രൂപ എടുത്തതെന്ന് ചോദിച്ചു നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ആസിഫിനെ പിടിച്ചിട്ട് തള്ളി വിടുന്നുണ്ട് നവീൻ പിന്നിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ഈ പുഴയും കടന്ന് എന്നുള്ള സീരിയലിൻ്റെ ഒരു കഥ വരുന്നത്. എന്തായാലും ആ പെൺകുട്ടികൾ നാലാളും കൂടെ ആ കുടുംബത്തിനെ കരകയറ്റുള്ള പരിപാടി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരും കഥ നല്ലൊരു കഥയാണ് കേട്ടോ. ഞാൻ ഈ ഏഷ്യാനെറ്റ് സീരിയലിലെ 4 നല്ല കഥകളാണ് എനിക്കിഷ്ടപ്പെട്ട 4 കഥകൾ. ആ 4 കഥകളുടെ കഥ പറഞ്ഞിടുന്നുണ്ട്. എനിക്ക് നല്ല 4 സീരിയലിൻ്റെ കഥയും പറഞ്ഞിടുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല കഥകളാണ് അതൊക്കെ. യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു സീരിയൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ, ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത് കാണാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണം. താങ്ക് യു.